സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ കഴിഞ്ഞ ദിവസം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിച്ചു. ഇതേസമയം തന്നെ സ്വകാര്യ ബസ് ഉടമകൾ തങ്ങൾ നിരത്തൊഴിയുകയാണ് എന്ന പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇപ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ഹംസ അരിക്കുന്നേൽ, എന്താണ് പുതിയ തീരുമാനം? ഇന്നലെ രാവിലെ 9 മണിക്ക് മുഖ്യമന്ത്രി സൗജന്യയാത്ര ഉദ്ഘാടനം ചെയ്തതിന് ശേഷം KSRTC സർവീസ് നടത്തുന്ന റൂട്ടുകളിലെ സ്വകാര്യ ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാർ ഒന്നാകെ KSRTCയിലേക്ക് കൂറുമാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ 9 മണിക്ക് ശേഷം സർവീസ് നടത്തിയ ഒരു ബസ്സുകൾക്കും ഇന്നലെ വൈകുന്നേരം ഡീസൽ അടിച്ചതിൻ്റെ കാശ് കൊടുക്കാൻ ഉണ്ടായിട്ടില്ല. അതുപോലെ തൊഴിലാളികൾക്ക് വേതനം നൽകാനും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഞങ്ങൾ മുൻകൂട്ടി അറിഞ്ഞതാണ്. ഒരു സമരപ്രഖ്യാപനം എന്നല്ലാതെ സ്വമേധയാ നിരത്തൊഴിയുകയാണ് എന്ന തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അല്ല, ഞങ്ങൾ സമരം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. ഒരു ബസ് രാവിലെ ഡീസൽ അടിച്ചിട്ട് വൈകുന്നേരം വണ്ടി ആൾട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഡീസലിൻ്റെ ബില്ല് കൊടുക്കാനും തൊഴിലാളികൾക്ക് വേതനം നൽകാനുമുള്ള വരുമാനമില്ലെങ്കിൽ സ്വാഭാവികമായും ഓരോ ബസ് ഉടമകളും ഓരോന്നായി നിന്ന് പോകും. എന്തായാലും സർക്കാരിൻ്റെ ആ തീരുമാനത്തിൽ നിന്ന് എന്തായാലും പിന്നോട്ട് പോവുകയുണ്ടാവില്ല. KSRTCയിലെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. നേരെ മറിച്ച് സ്വകാര്യ ബസ്സുകൾക്ക് ഏത് രീതിയിലുള്ള അനുകൂലം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബഡ്ജറ്റിൽ ഒരു റോഡ് ടാക്സ് ഒഴിവാക്കി തന്നതുകൊണ്ടോ ഡീസലിന് നേരിയ ഒരു സബ്സിഡി അനുവദിച്ചതുകൊണ്ടോ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ഇത് ഞങ്ങളെ ദിവസ വരുമാനത്തിൻ്റെ പകുതിയിലധികം കുറവ് വരുന്നൊരു സാഹചര്യമാണ്. അതേസമയം ഞങ്ങളുടെ ദിവസ വരുമാനത്തിൻ്റെ 60% ഡീസൽ അടിക്കാൻ വേണം. അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് ടാക്സ് ഒഴിവാക്കി ബദൽ മാർഗം എന്താണ്? ബദൽ മാർഗം ഞങ്ങൾ പല ജില്ലകൾക്കും പല രീതിയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ 14 ജില്ലാ കമ്മിറ്റികളും ഇന്നിവിടെ യോഗം ചേർന്ന് വിവിധ വശങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കാണ്ടെങ്കിൽ ഞങ്ങൾ കൂടിയാലോചിച്ച് സംസ്ഥാന ട്രഷറാണ്, ഒപ്പം തന്നെ ജില്ലയിലെ മേധാവി കൂടിയാണ്. ജില്ലയിൽ എത്രമാത്രം ബസ്സുകളുണ്ട്? ജില്ലയിൽ ഇപ്പോൾ ഈ സംസ്ഥാന തലത്തിലുള്ള കണക്ക് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ ഇപ്പോൾ 10,000-ഓളം സ്വകാര്യ ബസ്സുകളുണ്ട്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യം നൽകുമ്പോൾ സർക്കാർ സ്വകാര്യ ബസ് സർവീസിനെ ഇവിടെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ ഇവരുടെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് പറയുന്നത്. മന്ത്രിയുമായി നേരത്തെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിനുള്ള ഈ യോഗത്തിന് ശേഷം ബദൽ മാർഗം ഉരുത്തിരിഞ്ഞു വരുന്നതുമായി ബന്ധപ്പെട്ട് ഇനി സർക്കാരിലേക്ക് ആ നിർദ്ദേശം സമർപ്പിക്കുമെന്നാണ് പറയുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.